വെള്ളിക്കുളങ്ങര തർബിയത്ത് സുബിയാൻ മദ്രസ കമ്മിറ്റിയും ടൗൺ മസ്ജിദ് കമ്മിറ്റിയും സംഘടിപ്പിച്ച നബിദിനാഘോഷം നാടിന്റെ ഉത്സവമായി. ഡോക്ടർ അബ്ദുൽ ലത്തീഫ് നദ്വി പരിപാടി ഉദ്ഘാടനം ചെയ്തു. जश्न नबी जश्न नबी जश्न नबी है, जश्न नबी जश्न नबी जश्न नबी मना ले जश्न मना ले, घर को सजा ले, झंडे लगा ले, खुशियाँ मना ले, महफिल सजा ले, रब को मना ले, मेरे आका आए मरहबा। आए इसी दिन मुस्तफा है, मैं क्यों न मनाऊं ये जश्न मिला दे, नूर पिरंदो നിറതാരമുണർന്നു, ആ നേര് പരന്നു, നെറുകേടും അമർന്നു, നഗർ നഗർ ഗലി ഗലി ഹർ കോയി കുർബാൻ ഹൈ, ആയ മേരെ നബി ജിൻകി ഊंची शान है, ഖാതിമുൻ നബീദാ ഖാലിഖിൻ വരം ഹുദാ, കൽബിനുള്ളം കരകളന്ന പാരിതിലെ പൂർണ്ണത. എല്ലാവരുടെയും ഖബറിടത്തിൽ അള്ളാഹു അർഹമായ പ്രതിഫലം നൽകുമാറാവട്ടെ. പലപ്പോഴും നമ്മൾ പുരുഷന്മാരൊക്കെ പരാമർശിച്ച് വലിയൊരു ഭാഗത്തെ വിട്ടുപോകാറുണ്ട്. നമ്മുടെ പ്രിയങ്കരായ സഹോദരിമാർ, ഉമ്മമാർ, വല്യുമ്മമാർ, അവരാണ് അന്ന് കാലത്ത് വെട്ടിപ്പിരിവായിട്ടും നുള്ളരിയായിട്ടും ഒറ്റത്തെങ്ങായിട്ടുമൊക്കെ എല്ലാ നാട്ടിലും മദ്രസ ഉണ്ടാക്കിയത്. അത്തരം ഒരുപാട് ഉമ്മമാർ, വല്യുമ്മമാർ ഖബറിലാണ്. അവരൊക്കെ അള്ളാഹു മഗ്ഫിറത്ത് നൽകുമാറാവട്ടെ. ഹബീബി സയ്യിദുനാ റസൂലുള്ളാഹി നബിതങ്ങളെ സ്നേഹിക്കാനും അത് കേൾക്കാനാണ് നമ്മൾ വന്നത്. 4 കാര്യം വീട്ടിൽ വെച്ച് ചെയ്യണം എല്ലാവരും. അള്ളാഹു അനുഗ്രഹിക്കുമാറാവട്ടെ. എങ്കിൽ നബി നമ്മളോടൊപ്പം ഉണ്ടാവും. ഒരിക്കൽ മഹത്തായ സദസ്സിൻ്റെ മുമ്പിൽ, നിറഞ്ഞ സദസ്സാണ്, ഒരുപാട് സ്വഹാബത്തുണ്ട്, ഒരുപാട് സ്വഹാബി വനിതകളുണ്ട്. ഹബീബ് മുഹമ്മദ് റസൂലുള്ളാഹ് നബിതങ്ങൾ പറയാണ്, ഇന്നീ വദിത്തു, എനിക്ക് വല്ലാത്ത ഇഷ്ടം വരികയാണ്, ഞാൻ വല്ലാതെ ആഗ്രഹിക്കുകയാണ്, എനിക്ക് കാണാൻ പൂതിയാകുന്നു, എനിക്ക് വല്ലാതെ കാണാൻ പൂതിയാകുന്നു. ഇത് കേട്ട് കോരിത്തെറിച്ച് സഹാബത്ത് അന്തം വിടുകയാണ്. ഇതെന്താണ് ഈ പറയണത്? കാണാൻ പൂതിയാകുന്നു. സദസ്സിന്ന് ഒരുവിധം ധൈര്യം വീണ്ടെടുത്തുകൊണ്ട് മുതിർന്ന സഹാബത്ത് ചോദിക്കും, മൻഹും യാ റസൂലല്ലാഹ്, അല്ലാഹുവിൻ്റെ റസൂൽ, നിങ്ങൾ ആരെ കാണാനാണ് ഈ പറയണത്? ഞങ്ങളൊക്കെ ഇവിടെ ഇല്ലേ? ഹബീബ് മുഹമ്മദുർ റസൂലുള്ളാഹി നബിതങ്ങൾ പറയാണ്, അൻതും സ്വഹാബുന അൻതും അസ്ഹാബി, നിങ്ങളെല്ലാവരും എൻ്റെ സ്വഹാബി പുരുഷന്മാരാണ്, എൻ്റെ സ്വഹാബി വനിതകളാണ്. ഞാൻ വല്ലാതെ കൊതിക്കുന്നത്, നിങ്ങളെൻ്റെ മുമ്പിലുണ്ടല്ലോ, എന്നെ കണ്ടിട്ടില്ലാത്ത, എന്നെ കാണാൻ ഒരു ചാൻസുമില്ലാത്ത, എൻ്റെ കാലഘട്ടത്തിൽ ജീവിച്ചിട്ടില്ലാത്ത ഞാൻ അവരെ കണ്ടിട്ടില്ല, അവരെന്നെയും കണ്ടിട്ടില്ല. ഖിയാമത്ത് നാൾ വരെ ജനിക്കാനും ജീവിക്കാനുമുള്ള ഒരുപാട് ഉമ്മത്തീങ്ങൾ അല്ലാഹു എൻ്റെ പിറകെ വരാനുണ്ടെന്ന് പറയുന്നുണ്ട്. എനിക്കവരെ കാണണേ. ഒരാമീൻ പറഞ്ഞാളി. അല്ലാഹുവേ, ഞങ്ങളെ ആ കൂട്ടത്തിലാക്കണേ അല്ലാ. പുണ്യമദീനത്ത് വെച്ച്, മക്കത്ത് വെച്ച് എനിക്ക് കാണാൻ പൂതിയാകുന്നു എന്ന് പ്രിയപ്പെട്ട നബി പറഞ്ഞ കൂട്ടത്തിൽ ഞങ്ങളെ പെടുത്തണേ അല്ലാ. ആദ്യമായിട്ട് പറയാനുള്ളത് പുരുഷന്മാരോടാണ്. വീട്ടിൽ കയറിയാൽ ആദ്യത്തെ അരമണിക്കൂർ വേറൊരു സംഗതി ചെയ്യരുത്. റസൂലുള്ളാഹി തങ്ങളുടെ സ്നേഹം ഉണ്ടെങ്കിൽ കമ്മിറ്റി നടത്തിക്കോളി, നാട്ടിൽ സേവനം ചെയ്തോളി, എല്ലാ തിരക്കിലും പങ്കെടുത്തോളി. വീട്ടിൽ കയറിയാൽ ആദ്യത്തെ അരമണിക്കൂർ ഈമത്തോണ്ടി കളിക്കണം. ആദ്യത്തെ അരമണിക്കൂർ അവർക്ക് കൊടുക്കണം. ഇതാണ് നബിജയിൽ പാലിക്കേണ്ടുന്ന ഒന്നാമത്തെ കുടുംബനാഥൻ്റെ ആദ്യത്തെ നിബന്ധന. വീട്ടിലേക്ക് എത്തിയാൽ ചുരുങ്ങിയത് ആദ്യത്തെ, പിന്നെ കൊടുത്തിട്ടൊന്നും കാര്യമില്ല, ആദ്യത്തെ അരമണിക്കൂർ എല്ലാ ഏർപ്പാടും മാറ്റിവെച്ച് ഭാര്യയെ കേൾക്കണം. അവക്കെന്തോ പറയാനുണ്ടോ, അത് കേട്ടാൽ മതി, നിങ്ങൾ ചെയ്തു കൊടുക്കൊന്നും വേണ്ട, അത് കേൾക്കണം. കേട്ടുകൊടുത്തച്ചാൽ മതി. അത് കേൾക്കാൻ തയ്യാറില്ലാത്ത പുരുഷന്മാരൊന്നും പുണ്യനബിയെ പറയാൻ അർഹതയുള്ളവരല്ല. എൻ്റെ പ്രിയപ്പെട്ട കൂട്ടുകാരികൾ, ഭർത്താവ് വരുമ്പോൾ സലാം മടക്കി അവൻ്റെ കയ്യിലുള്ള സാധനം വേഗം വാങ്ങിയിട്ട് ഒരു പുഞ്ചിരി കൊടുക്കണം. അത് മല ഉണ്ടാക്കി വെച്ചോളി, എന്നാലും അത് കൊടുക്കണം. പെണ്ണ് കാണാൻ വന്നെന്ന് ചിരിച്ചാൽ പോരാ. ഹബീബ് സയ്യിദുനാ റസൂലുള്ളാഹി പൊന്നുമോൾ ഫാത്തിമയെ പഠിപ്പിച്ചത് അതാണ്.
അലിയാർ തങ്ങൾ വഫാത്താകുന്നത് വരെ ഒറ്റ വട്ടവും ഞാൻ വീട്ടിലോട്ട് വരുമ്പോൾ പുഞ്ചിരിക്കുന്ന മുഖത്തോടുകൂടെയല്ലാതെ ഫാത്തിമ എന്നെ സ്വീകരിച്ചിട്ടില്ലെന്ന് മഹാനായ സയ്യിദുനാ റസൂലുള്ളാഹി തങ്ങളെ മകളെപ്പറ്റി മകളെ കെട്ടിയ ഭർത്താവ് പറയുകയാണ്. മദ്രസ അങ്കണത്തിൽ വെച്ച് നടന്ന ആഘോഷ പരിപാടിക്ക് തുടക്കം കുറിച്ചുകൊണ്ട് വെള്ളികുളങ്ങര പ്രദേശത്തുള്ള 750ഓളം വീടുകളിലേക്ക് അന്നദാന വിതരണം നടത്തി. ഷീ സംഗമവും നബിദിന റാലിയും മദ്രസയിലെ വിദ്യാർത്ഥികളുടെ വിവിധ കലാപരിപാടികളും ദഫ്മൂട്ടുമുണ്ടായി. പുണ്യമേറും പൂമദീന ഒന്നു കാണാൻ മോഹമാണ്, പുഞ്ചിരിക്കും ചന്ദിരപ്പൊൻ റൗള കാണാൻ ദാഹമാണ്. മണിമുത്ത് രാജ താജുൽ അംബിയ തങ്കമലർന്നിധി ഉദിമതിയായി അന്തിയുറങ്ങും ചന്തം മുന്തിയ ഗേഹമിലെത്തി സലാം ചൊല്ലാൻ. വിധി തരൂ എന്നിൽ തുണ തരൂ, വിധി തരൂ എന്നിൽ തുണ തരൂ. അധിപതി രാജ സുബ്ഹാനേ, പുണ്യമേറും പൂമദീന ഒന്നു കാണാൻ മോഹമാണ്, പുഞ്ചിരിക്കും ചന്ദിരപ്പൊൻ റൗള കാണാൻ ദാഹമാണ്. പറുദീസയിലുണ്ടൊരു മുല്ല, പരിപാവനമായൊരു അസറുമുല്ല, പരിശോഭിതമാണ് നബിയുള്ള പാരിൻ പരിശുദ്ധ റസൂലോരെ സ്വല്ലല്ലാഹ്. സുമർനിലാ അൻ അബീ ബക്രിൻ വഅൻ ഉമരി വഅൻ അലി വഅൻ ഉസ്മാൻ സിൽ കറമി. മൗലായ സല്ലി വസല്ലിം ദായിമൻ അബദാ അലാ ഹബീബിക ഖൈറിൽ ഖൽഖി കുല്ലിഹിം. نعم سار طيف من أهوى فأركني، والحب يعترض اللذات بالألم. يا لائمي في الهوى أزري معذرة مني إليك، ولو أنسفت لم تلومي. مولاي صل وسلم دائما أبدا على حبيبك خير للخلق كلهم. عددك حالي لا سري بمستتري عن البشاة ولا دائي بمنحسمني. مهلتني النسهلا كن لست أسمعه، إن المحب عن الأزال في سممي. إني اتهمت نسيه الشيب في أزلي، والشيب أبعد في عن التهم. السلام عليك يا خير الأجائر، السلام عليك يا ضوء البصائر. صلواتي على نبي وسلامي، وهو خير العالم بدر التمام. ഉദ്ഘാടന ചടങ്ങിൽ മദ്രസ പ്രസിഡന്റ് CH ഷൗക്കത്ത് അലി അധ്യക്ഷത വഹിച്ചു. മഹൽ ഗാസി ഷൗക്കത്ത് ഫൈസി, മഹൽ പ്രസിഡന്റ് കെ കുഞ്ഞമ്മദ്, മഹൽ സെക്രട്ടറി ഇബ്രാഹിം ഹാജി നാരങ്ങോളി തുടങ്ങിയവർ ആശംസകൾ നേർന്നു. മദ്രസ സെക്രട്ടറി VP അബ്ദുൽ മജീദ് സ്വാഗതവും സ്വാഗത സംഘം ട്രഷറർ PK മജീദ് ഹാജി നന്ദിയും പറഞ്ഞു. ഖത്തർ റിലീഫ് കമ്മിറ്റിയുടെ മദ്രസ വിദ്യാർത്ഥികൾക്കുള്ള പ്രത്യേക സമ്മാനങ്ങൾ ഖത്തർ റിലീഫ് കമ്മിറ്റിയുടെ പ്രതിനിധികൾ വിതരണം ചെയ്തു. ഇതുപോലെ നല്ല സുന്ദരിയായിരിക്കണം. അപ്പോ കല്യാണ പെണ്ണോ? അത് ചിറ്റപ്പന്റെ ഇഷ്ടം. ഇത് മതിയോ? ചിറ്റപ്പ. പാർക്കോ ഗോൾഡൻ ഡയമണ്ട്സ്.